പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ഈ പാട്ട് വൈറലായി. പക്ഷേ ഈ പാട്ടും കൊണ്ടാണോ ഇവിടെ UDFന് മേൽക്കൈ ഉണ്ടായത്? അല്ല, ഭരണവിരുദ്ധ വികാരം അതാണ് ഇവിടെ പ്രതിഫലിച്ചത്. ഈ വക പാട്ടുകളൊക്കെ ശരിക്കും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ അയ്യപ്പനെ പറ്റിയിട്ട് പാരഡി ഇറക്കിയിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതൊക്കെ കലാപരമായ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അതിന് തിരിച്ചാണ് പറയുന്നത്. ഇതിപ്പോൾ തെറ്റാണെന്ന് പറയുന്നത്. അത് ഹിന്ദു ഒരു സംഘടനയും ഇതിനെതിരെ വന്നിട്ടുണ്ട്. അയ്യപ്പൻ ഞങ്ങളുടെ ഒരു ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിനെ പറ്റി ഇതുപോലെ പാരഡി ഇറക്കി ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ വേറെ ആളുകൾ പറയുന്നു മുഖ്യമന്ത്രി നേരത്തെ ഇതിനെ അനുകൂലിച്ചു. ഇതുപോലത്തെ അയ്യപ്പനെ പറ്റിയുള്ളൊരു പാട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ അതൊന്നും പിന്നെ മാണിക്യമല്ലര എന്നുള്ളൊരു പാട്ടിനെ പറ്റി ഇതുപോലെ ഇറക്കി. അപ്പോൾ ഇതൊക്കെ തെറ്റല്ല എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. സത്യത്തിൽ ഇത് ഇറക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഒരു മതങ്ങളെ പറ്റിയുള്ള ദൈവങ്ങളെ പറ്റിയുള്ള ഒരു പാട്ടുകൾ ആരിറക്കാതിരിക്കുക? കാരണം നമ്മുടെ രാജ്യം ഒരുപാട് മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളൊക്കെ കൂടി കലർന്നിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള മതങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതുകൊണ്ടൊന്നും ഒരു നേട്ടമല്ല. ഇതിപ്പോൾ ഒരു വൈറലായി. അപ്പോൾ നമ്മൾ UDF അതിനെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അത് ശരിയല്ല. ഇനിയിപ്പോൾ തിരിച്ചും വരും മറ്റൊരിടം. അപ്പോൾ അതിനൊക്കെ ന്യായീകരിക്കേണ്ടി വരും. അപ്പോൾ മുഹമ്മദ് നബീനെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും മതം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം. അപ്പം മതങ്ങളെ തൊടുന്ന രീതിയിലുള്ള ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്. എന്തിനതൊക്കെ ചെയ്തിട്ട് നേട്ടം? ഇനിയിപ്പോൾ കുറച്ചേരം രസം തോന്നും. പക്ഷെ അത് ഹിന്ദുക്കളായിട്ടുള്ള കുറേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള മാർക്സിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും അത് തെറ്റായിട്ട് തോന്നില്ല. പക്ഷേ BJPയിൽ പെട്ട ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല വരില്ല. എന്തിനാ അവരെ വെറുതെ ഈ കടിക്കാത്ത പട്ടിയുടെ വായിലേക്ക് കോല് വെച്ച് കൊടുത്ത് കടിക്കുന്നത്? ആവശ്യമില്ല. ഓരോ മതങ്ങളെ പറ്റിയും ഉള്ള പാട്ടുകൾ ഇതുപോലെ പാരഡിയായിട്ട് ഇറക്കാതിരിക്കുന്നതല്ല. അതുകൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടായിട്ടൊന്നും കാര്യമില്ലെന്നേ. എന്താ മറ്റുള്ള ആളുകൾ ഇപ്പോൾ സർക്കാർ നല്ല രീതിയിൽ ഭരിക്കാത്തത് കൊണ്ടല്ലേ ജനങ്ങൾ തിരിച്ചടിക്കണമല്ലോ. കാരണം അല്ലെങ്കിൽ അവർ തോന്നിയ മാതിരി ചെയ്യും. ഇപ്പോൾ തന്നെ സർക്കാരിനിപ്പോൾ MM മണി പറഞ്ഞ മാതിരി ഞങ്ങൾ തന്ന ഈ മറ്റേ പെൻഷനൊക്കെ മേടിച്ച് ശാപ്പാട് കഴിച്ചിട്ട് നിങ്ങൾ നമുക്കിട്ട് പണി തന്നു എന്ന് പറഞ്ഞ മാതിരി അതിപ്പോൾ അവർ ഈ പൈസ അത് ജനങ്ങളുടെ പൈസ തന്നെയല്ലേ. ഇത് മണിയാശാന് തോന്നിയത് പുള്ളിയുടെ പൈസയാണ്, ഗവൺമെൻറ്റിൻ്റെ പിണറായി വിജയൻ്റെയൊക്കെ പൈസയെന്ന് തോന്നിയത്. ആ പൈസ കൊടുത്തിട്ട് നിങ്ങളെ സഹായിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ചടിച്ചില്ല എന്നാണ് പുള്ളി പറയണത്. അതിലൊന്നും കാര്യമില്ല. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. എല്ലാവർക്കും അറിയാം. എന്നാലും പറയാണ്. അപ്പോൾ ഇത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഒരു മതങ്ങളെ പറ്റിയും ഇറക്കിയിട്ടൊരു നേട്ടം ഉണ്ടാക്കുന്നത് അതിലൊന്നും കാര്യമില്ല. ഒരു മതങ്ങളെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ള കുറേ ആൾക്കാർക്കാണെങ്കിലും അത് മതവിശ്വാസികൾക്ക് വിഷമമുണ്ടാകും. ഏത് മതങ്ങളെ പറ്റി. ഇപ്പോൾ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞല്ലോ. സിനിമ ഒരു ഈശോ എന്ന് പറഞ്ഞ പടം ഇറങ്ങി. പിന്നെ വേറൊരു പടം. അപ്പോൾ സിനിമകളും ഇതെല്ലാം വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ മതങ്ങളെ തൊടാതിരിക്കുന്നില്ല. അത് അവരുടെ വഴിക്ക് പൊക്കോട്ടെ. മതവും രാഷ്ട്രീയം കൂടി കലർത്തരുത് ഒരിക്കലും. മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന ആ രീതിയിലൊന്നും ചെയ്ത് വിജയിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മളിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും അതിപ്പോൾ ഞാൻ പറയുന്നത് ഇത് പിൻവലിക്കുന്നതല്ലത്. മറ്റുള്ള ഈ ഹൈന്ദവ വിശ്വാസികളുടെ മാനസികമായ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഈ പാട്ട് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് പാട്ടാണ് പിൻവലിച്ചേക്കുക. അതല്ലേ ഭംഗി, അതല്ലേ ഒരു സമുദായത്തിനെ ബഹുമാനിക്കുന്നു നമ്മളിലെന്ന് കാണിക്കുകയല്ലേ. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ മാർക്സിസ്റ്റ് പറയും നിങ്ങൾ 10 ലക്ഷം കെട്ടില്ലോ, എന്നിട്ടല്ലേ ഞങ്ങൾ ഇത്രയും കെട്ടത് എന്നൊക്കെ ചോദിക്കുന്ന അതല്ലല്ലോ മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ അത് ഇപ്പോൾ തെറ്റ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇതിങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായി, മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ളൊരു തോന്നലുണ്ടായി. ഓക്കെ, നമ്മളത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അത് ഇച്ചിരി മേന്മ ഉണ്ടാവുള്ളൂ ആ പാർട്ടിക്ക്. തോൽവിയുടെയും ഉയർച്ചയുടെയും വിജയത്തിൻ്റെയൊന്നും കാര്യമില്ല. ഇവിടെ നമ്മൾ ചെയ്ത ഒരു കാര്യം തെറ്റ് മനുഷ്യനെ സംഭവിക്കും, അത് പിൻവലിക്കുന്നു, അത്രമാത്രം. അത് അംഗീകരിക്കുന്ന ആളുകൾക്കും സംഘടനകൾക്കും പാർട്ടികൾക്കും ജനങ്ങളുടെ ഇടയിൽ ഒരു മേന്മയും മൂല്യവും ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമ തന്നെയാണ്.